ഹായ് നമസ്കാരം. നമ്മുടെ ഫിൽമോറയിൽ എങ്ങനെ വീഡിയോ എഡിറ്റ് ചെയ്യാമെന്നുള്ളൊരു ചെറിയൊരു ട്യൂട്ടോറിയലാണ് ഇവിടെ മലയാളത്തിൽ നമ്മൾ ചെയ്യുന്നത്. ഒരുപാട് ആളുകൾ പറഞ്ഞത് മലയാളത്തിൽ ട്യൂട്ടോറിയൽ വേണം, നമ്മുടെ സോഫ്റ്റ്വെയർ ചെയ്യുന്ന ആളുകളൊക്കെ പറഞ്ഞിരുന്നു. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ആദ്യം ഫിൽമോറ ഓപ്പൺ ചെയ്യുന്നത്. ഫിൽമോറ ഓപ്പൺ ചെയ്തിട്ട് ഈ ഒരു ഡെസ്കിലേക്ക്, ഈ ഒരു ഡിസ്പ്ലേയിലേക്കാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ഓപ്പൺ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ അതിൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒരുപാട് നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും. ഇതിൽ ഈ ഒരു മേഖലയിൽ ഫിൽമോറ ഉപയോഗിച്ച എക്സ്പീരിയൻസിൽ ഒത്തിരി ആളുകളുണ്ട്. ഇത് തീരെ അറിയാത്ത ആളുകളുണ്ട്. തീരെ അറിയാത്ത ആളുകൾക്ക്, ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് അറിയുന്ന ആളുകൾ ക്ഷമിക്കുക. ഓക്കെ, അപ്പൊ ഇനി കുറച്ച് കാര്യങ്ങൾ ഇവിടെ ഒരുപാട് ഫീച്ചേഴ്സ് ഇവിടെ കാണുന്നുണ്ട്. ഇവിടെ ഒരു വിൻഡോ വരുന്നുണ്ട് അല്ലെ. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ എന്തൊക്കെ എങ്ങനെയൊക്കെ ഉപയോഗിക്കാനുള്ള കാര്യങ്ങൾ നോക്കാം. ഓക്കെ, ഫസ്റ്റ് നമുക്ക് മീഡിയ. ഓക്കെ, ഈ മീഡിയയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇമ്പോർട്ട് മീഡിയയുടെ ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അത് മീഡിയ എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ എന്ത് ചെയ്യാം, വീഡിയോസ് ആണ്, അതുപോലെ തന്നെ നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഫോട്ടോസ്, ഇതൊക്കെ എന്ത് ചെയ്യണം, ഈ മീഡിയ സെഗ്മെന്റിലാണ് എന്ത് ചെയ്യുക, കാണിക്കുക. ഓക്കെ, വീഡിയോസ് ആണെങ്കിലും ഇമേജസ് ആണെങ്കിലും ഒക്കെ നമുക്ക് ഈ മീഡിയാസിൽ നമുക്ക് എടുക്കാൻ പറ്റും. ഇനി അതിൽ താഴെ ഇവിടെ കാണുന്നുണ്ട് മീഡിയാസ്, ഫോൾഡേഴ്സ്. നമുക്ക് ഇപ്പൊ നിലവിൽ ഫോൾഡർ നമ്മൾ സിസ്റ്റത്തിൽ, നമ്മുടെ കമ്പ്യൂട്ടറിൽ ഓൾറെഡി സേവ് ആക്കി വെച്ചിട്ടുള്ള വീഡിയോസ് അല്ലെങ്കിൽ ഫോട്ടോസിന് എന്ത് ചെയ്യുക, ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്ന ഒരു കൺസെപ്റ്റാണ് ഇവിടെ ഫോൾഡറിൽ നിന്ന് നമ്മൾ ഇമ്പോർട്ട് എന്നൊരു ഓപ്ഷൻ കാണിക്കുന്നത്. ക്ലിയർ അല്ലേ? ഇനി അടുത്ത ഓപ്ഷൻ അതിന്റെ ആണോ, ഗ്ലോബൽ മീഡിയ ഓപ്ഷൻ ഉണ്ട്. അതിൻ്റെ പോലെ ക്ലൗഡ് മീഡിയ മീൻസ് നമുക്ക് വേണ്ട വീഡിയോസ് അല്ലെങ്കിൽ നമുക്ക് ഇമേജസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, മ്യൂസിക്, ഫോട്ടോസ് ഒക്കെ ഇത് തന്നെ പറയുന്നത് നമുക്ക് ഏത് രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ പോയിട്ട് അത് ആക്സസ് എടുക്കാൻ പറ്റും. ഓക്കെ, ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യും, ബേസ് ആയിട്ടുള്ള ആളുകൾക്ക് പ്രൊജക്ട് മീഡിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫോൾഡർ. ഓക്കെ, ഈ ഫോൾഡർ കയറി കഴിഞ്ഞാൽ ഇമ്പോർട്ട് എന്നൊരു സെക്ഷനിലേക്ക് എന്ത് ചെയ്യുക, നമുക്ക് പോവാം. നമുക്ക് ഇവിടെ ഓൾറെഡി ഇതിൽ ചെയ്ത് വെച്ചിട്ടുള്ള വീഡിയോസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ അപ്ലോഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ജസ്റ്റ് എന്ത് ചെയ്യുക, ഞാൻ ഈ ഒരു ഫോൾഡർ നിലവിലുള്ള ഒരു വീഡിയോ ആണ്. അത് ഈ ഒരു സോഫ്റ്റ്വെയറിൽ ഡിഫോൾട്ട് കോമൺ ആയിട്ട് ചെറിയൊരു ക്ലിപ്പ് കൊടുക്കും. ആ ഒരു ക്ലിപ്പ് ജസ്റ്റ് സെലക്ട് ആക്കി എന്നിട്ട് ഓപ്പൺ ചെയ്തപ്പോൾ ഇവിടേക്ക് വന്നു. ഓക്കെ, ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടേക്ക് കണ്ടോ, അതിന്റെ വ്യൂ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, ഇതാണ് നമ്മുടെ സ്ക്രീനിങ് ഏരിയ. ഓക്കെ, ഇനി വീണ്ടും നമുക്ക് ഇതിലേക്ക് വീണ്ടും പിക്ചേഴ്സ് ആഡ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ വീഡിയോസ് ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെ പോയിട്ട് എന്ത് ചെയ്യുക, ആഡ് കൊടുക്കുക. നമുക്ക് എന്ത് ഇതിലുള്ള പിക്ചേഴ്സുകൾ അല്ലെങ്കിൽ നമുക്ക് എന്താണോ മീഡിയാസിലുള്ളത് ജസ്റ്റ് നോക്കാം. നമ്മുടെ ജസ്റ്റ് കുറച്ച് സ്ലൈഡുകളും കാര്യങ്ങളൊക്കെ എടുക്കാം. ഓക്കെ, ഒന്നെടുത്തു, രണ്ടെടുത്തു. ഓക്കെ, ഇതുപോലെ എന്ത് ചെയ്യാം, എത്ര ഒരുമിച്ച് എടുക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കൺട്രോൾ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഏത് പിക്കുകൾ പോയി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ പിക്കുകൾ എന്ത് ചെയ്യും, ജസ്റ്റ് സെലക്ട് ആവും. എന്നിട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്രയും ഫോട്ടോസ് എന്ത് ചെയ്യാം, ഒരുമിച്ച് എന്ത് ചെയ്യാം, ഇതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ശരി. ഇനി നമുക്ക് ഈ ഒരു പിക്ചർ നമുക്ക് എഡിറ്റ് ചെയ്യണം. എഡിറ്റ് ചെയ്യാനുള്ള ആനിമേഷൻസ്, അതുപോലെ ടെക്സ്റ്റ് കാര്യങ്ങൾ, വോയിസ് കാര്യങ്ങളൊക്കെ, മ്യൂസിക് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതൊരു വർക്ക് സ്പേസിലേക്ക് കൊണ്ടുവരണം, വർക്ക് ഏരിയയിലേക്ക് കൊണ്ടുവരണം അല്ലേ. നമുക്ക് എന്ത് ചെയ്യാം, ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യാം, ഈ ഒരു പിക്കിനെ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്തു കണ്ടോ. അപ്പൊ എന്ത് ചെയ്തു, അത് ഇവിടെ വർക്ക് സ്പേസിലേക്ക് ഒരു പിക്ക് വന്നു. ക്ലിയർ ആയില്ലേ? യെസ്. ഇനി ഈ പിക്കിന് ഇവിടെ പറയുന്നുണ്ട് വീഡിയോസ്, ഇത് മുകളിലെ വീഡിയോ സെഗ്മെന്റ്, താഴെ ഓഡിയോ സെഗ്മെന്റ്. നമുക്ക് ഇവിടെ വേണമെങ്കിൽ എത്ര എന്ത് ചെയ്യാം, വീണ്ടും ആഡ് വീഡിയോ ട്രാക്ക് ചെയ്യാം, ആഡ് ഓഡിയോ ട്രാക്ക് ഒക്കെ നമുക്ക് എന്ത് ഇവിടെ ചെയ്യാം. ഓക്കെ, ട്രാക്കിന് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ എന്തുണ്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. ചെറിയ ട്രാക്ക് ആക്കണം, വലിയ ട്രാക്ക്, എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ ജസ്റ്റ് ഓരോ സ്റ്റെപ്പ് ആയി നമ്മൾ നോക്കിയാൽ മതി. സ്റ്റെപ്പ് ബേസ് മാത്രമേ ഞാൻ പറഞ്ഞത്. അപ്പൊ ഇതാണ് നമ്മുടെ ട്രാക്ക്. ഓക്കെ, വീഡിയോ ട്രാക്ക്, ഓഡിയോ ട്രാക്ക്, വർക്ക് സ്പേസ്, വർക്ക് ഏരിയ. ഓക്കെ, സ്ക്രീനിങ് ആണ്. ഇനി ജസ്റ്റ് നമുക്ക് ഇത് പ്ലേ ചെയ്ത് നോക്കാം. പ്ലേ ബട്ടൺ ഉണ്ട്. ജസ്റ്റ് ഉണ്ടോ, മൂവ് ആകുന്നുണ്ട്. വീഡിയോ അല്ല, ഒരു ഫോട്ടോ ആയതുകൊണ്ടാണ്, ഒരു ഇമേജ് ആയതുകൊണ്ടാണ് ജസ്റ്റ് മൂവ്മെന്റ് ഒക്കെ കാണാത്തത്. നമുക്ക് ഇതിലേക്ക് എഫക്റ്റ് കൊടുത്താൽ നമുക്ക് മറ്റുള്ള കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ ജസ്റ്റ് നമുക്ക് പറയുന്ന ബേസ് എന്ന് പറയുന്നത് ഇതിലേക്ക് ഒരു ഫോട്ടോസ് അല്ലെ വീഡിയോസ് ഇമ്പോർട്ട് ചെയ്യുന്നത് നമുക്ക് മീഡിയ ത്രൂ ആണ്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റോക്ക് മീഡിയാസ് ഉണ്ട്. ഇതിപ്പോ നമ്മൾ നിലവിലുള്ള നമ്മുടെ എന്താ പറയുക, കമ്പ്യൂട്ടറിലുള്ള അല്ലെങ്കിൽ ക്ലൗഡ്സ് നിന്ന് എടുക്കുന്നതാണ്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിൽ സ്റ്റോക്ക് മീഡിയ ഉണ്ട്. സ്റ്റോക്ക് മീഡിയ എന്ന് പറയുമ്പോൾ ഇതിൻ്റെതായിട്ടുള്ള കുറച്ച് വീഡിയോസ് ഉണ്ടാവും. ഓക്കെ, ഇവിടെ ലോഡായി വന്നിട്ടുണ്ട്. ഇതിൻ്റെതായിട്ടുള്ള കുറച്ച് വീഡിയോസ് ഇവിടെ ഉണ്ട്. ജസ്റ്റ് എന്ത് ചെയ്യാം, ഞാനൊരു വീഡിയോ സെലക്ട് ആക്കി. ഓക്കെ, ഡ്രസ് കാണുന്നുണ്ടോ? എനിക്ക് എന്ത് ചെയ്യും, ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യും, ഇവിടെ എൻ്റെ സ്ക്രീനിങ് ഏരിയയിലേക്ക് അത് വന്നു.
എനിക്കിത് എന്ത് ചെയ്യാം, എന്റെ വർക്ക് സ്പേസിലേക്ക് വന്ന് ജസ്റ്റ് എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക, ജസ്റ്റ് ഡ്രാഗ് ചെയ്യുക താഴേക്ക്. ഓക്കെ ഓക്കെ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റോക്ക് മീഡിയയിലേക്ക് കയറി കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറെ ഇതിലുള്ള സ്റ്റോക്കുകളെ കാണാൻ പറ്റും. ഓക്കെ ഇത് താഴേക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. AI മീഡിയ ഉണ്ട്, അതുപോലെ ലൈബ്രറി ഉണ്ട്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. കണ്ടോ, മോഷൻ ബാക്ക്ഗ്രൗണ്ടുകളുണ്ട്, ജനറേഷൻ ആണ്, ഒരുപാട് സംഭവങ്ങളുണ്ട് ഇവിടെ. കണ്ടോ, മോഷൻ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, അതുപോലെ ഗ്രേഡിയന്റ് കളർ ഉണ്ട്, അതുപോലെ ഉണ്ടോ ബ്ലാക്ക് കളർ വരുന്നത്, ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് വരുന്നത്, ഷെയ്ഡിങ് വരുന്നുണ്ട്, അതുപോലെ സ്ലൈഡ്, ഒരുപാട് ഫീച്ചേഴ്സ് ഇവിടെ താഴേക്ക് നമുക്ക് ജസ്റ്റ് നോക്കിയാൽ മതി. ജസ്റ്റ് എന്ത് ചെയ്യും, ഞാനൊരു ലൈബ്രറിയിൽ പോയിട്ട് ജസ്റ്റ് ഒരു ഓപ്ഷൻ എടുക്കുകയാണ്. ഓക്കെ ലൈബ്രറിയിൽ പോയിട്ട് ഈ ഒരു ഫീച്ചർ, ഈ ഒരു വീഡിയോ എനിക്ക് എന്ത് ചെയ്യാൻ വർക്ക് സ്പേസിലേക്ക് കൊണ്ടുവരാണ്, വർക്ക് സ്പേസിലേക്ക് ഞാൻ ആഡ് ചെയ്യാണ്. ഓക്കെ വർക്ക് സ്പേസിലേക്ക് ആഡ് ചെയ്ത് ജസ്റ്റ് എനിക്ക് പ്ലേ ആക്കി കഴിഞ്ഞാൽ ഉണ്ടോ പ്ലേ, അതായത് നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, നമ്മുടെ മുൻപ് കൊടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു സ്ലൈഡ്, ആ ഒരു ഇമേജും ഇതും കൂടെ നമുക്ക് എന്ത് ജസ്റ്റ് പ്ലേ ആക്കി പോകാൻ നോക്കാം. ഇവിടെ അത് മൂവ് ആകുന്നുണ്ട്, ജസ്റ്റ് കാണാം. ഓക്കെ നേരെ അതിലേക്ക് ചേഞ്ച് ആയി അല്ലേ. ഇനി ഈ സ്ലൈഡിന് എന്ത് ചെയ്യുക, ഈ സ്ലൈഡിനെ എനിക്ക് പുറത്തേക്ക് നീക്കണം. ജസ്റ്റ് എന്ത് ചെയ്യുക, ഇവിടെ നിന്നിട്ട് ഒരു ഡ്രാഗ് വലിച്ചിട്ട് കഴിഞ്ഞാൽ ഈ സ്ലൈഡ് ഉണ്ടോ ഫസ്റ്റ് സെക്കൻഡ് രൂപത്തിലേക്ക് മാറി. ഓക്കെ ജസ്റ്റ് എന്ത് ചെയ്യാണ്, ഒരു ഓപ്ഷൻ ഇവിടെ കാണുന്നത്. ഓക്കെ എനിക്ക് ഇതിന് പകരം വേറെ മീഡിയാസ് വേറെ ഒരു സ്ലൈഡ് ഉപയോഗിക്കാം. ഡിലീറ്റ് ആക്കി ഞാനത്, ഇതിന് പകരം വേറെ സ്ലൈഡ് ഞാൻ കൊടുക്കുകയാണ്. ഒരു ന്യൂസിന്റെ അല്ലെങ്കിൽ വേറെ മെത്തേഡുള്ള ഒരു എടുക്കാം. ഓക്കെ ജസ്റ്റ് ഒരു ഓക്കെ ജസ്റ്റ് ഞാൻ വേറെ സ്ലൈഡ് എടുത്തിട്ടുണ്ട്. ആ സ്ലൈഡ് എടുത്തിന്റെ ചെറിയൊരു വീഡിയോ മൂവ്മെന്റ് ഉള്ള സ്ലൈഡാണ്. ഓക്കെ എന്നിട്ട് എന്ത് ചെയ്തു, അതിനുശേഷം നെക്സ്റ്റ് ആഡ് ചെയ്തിട്ടുള്ള ഇമേജ് വന്നു. ഓക്കെ ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, ഓരോരോ ഇമേജസും ഇതുപോലെ ആഡ് ചെയ്ത് എടുക്കാൻ പറ്റും. ഇനി മറ്റൊരു ഓപ്ഷൻ ഉള്ളത് നമുക്കിത് ഓഡിയോ ആണ്. ഓക്കെ ഓഡിയോ നമുക്ക് എന്ത് ചെയ്യാം, നിലവിലുള്ള മ്യൂസിക് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇപ്പൊ ജസ്റ്റ് എന്ത് ചെയ്തിട്ട് പ്ലേ ചെയ്യേണ്ടി കേട്ടോ. ഓക്കെ ഇതിപ്പോ നിലവിലുള്ള ലൈബ്രറിയിലുള്ള മ്യൂസിക്കുകളാണ്. അപ്പം ടെക്സ്റ്റ് ടു സ്പീച്ച് ആ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അത് നമുക്കിവിടെ ആഡ് ചെയ്യാം. അത് AI എനേബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ആക്റ്റീവ് ആയിട്ടുള്ള വേർഷനിൽ സപ്പോർട്ട് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ചെയ്യാൻ കഴിയുള്ളൂ AI ഓപ്ഷൻ. ഓക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇനി നമുക്ക് നമ്മുടെ ലൈബ്രറി നമ്മൾ ഓൾറെഡി റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുള്ള ഡാറ്റാസ് ഉണ്ട് എന്ന് വിചാരിക്കാം. അല്ലെങ്കിൽ നമ്മൾ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുള്ള ഡാറ്റ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ, ഇതൊക്കെ ഓരോരോ ഡിഫറെന്റ് മ്യൂസിക്കുകളാണ്. ഓക്കെ ഇപ്പൊ നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ മ്യൂസിക്കിൽ പോയിട്ട് ജസ്റ്റ് മിനിറ്റ്. ഓക്കെ നമ്മൾ ഓൾറെഡി റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുള്ള വോയിസുകളോ അല്ലെങ്കിൽ സോങ്സോ എന്തുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് മൈ മ്യൂസിക്കിൽ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഇതിലുള്ള ഏതെങ്കിലും മ്യൂസിക്കുകൾ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ മൈ മ്യൂസിക്കിലുള്ള അല്ലെങ്കിൽ നമ്മൾ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുള്ള ഫയൽസ്, ഓഡിയോ ഫയൽസ് എന്ത് ചെയ്യും, നമുക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ അതാണ് ഈ ഒരു സിസ്റ്റം വരുന്നത്. ഇനി നമുക്ക് മറ്റൊരു ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്, നമുക്ക് എന്ത് ചെയ്യാം, ഓരോ സ്റ്റെപ്പ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇനി അടുത്തൊരു ഓപ്ഷൻ വരുന്നത് നമുക്ക് ടൈറ്റിൽസ് ആണ്. നമുക്ക് ഓരോരോ ടൈറ്റിൽസ് കൊടുക്കണം. ഓക്കെ നമുക്ക് നമ്മുടെ ഈ ഒരു പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ടൈറ്റിൽ കൊടുക്കണം. അത് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നമുക്ക് ഇതുപോലെ ടൈറ്റിലുകൾ നമുക്ക് ചെക്ക് ചെയ്യാതാണോ, അല്ലെങ്കിൽ ആർട്ട്, ഒരുപാട് മോഡൽസ് ടൈറ്റിൽസ് ഇവിടെ ഉണ്ട്. ഓക്കെ ജസ്റ്റ് ഇതാണ് എടുക്കുന്നതെങ്കിൽ അത് ഈ ഒരു ടൈറ്റിൽ ചെയ്യാം. നമുക്ക് ടൈറ്റിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അത് ജസ്റ്റ് എന്ത് ചെയ്യാം, ഞാൻ ഈ ഒരു സാധനത്തിന് എടുക്കാൻ പോകും, അല്ലെങ്കിൽ ഞാൻ ഈ ഒരു സാധനത്തിന് ഈ ഒരു മോഡലിനെ എടുക്കാൻ പോവാണ്. ഓക്കെ ഞാൻ എന്ത് ചെയ്യാം, ഈ ഒരു മോഡൽ എടുത്തിട്ട് എന്ത് ചെയ്യാം, ഞാൻ എൻ്റെ ഈ ഒരു ഫസ്റ്റ് ഫ്രെയിമിന്റെ മുകളിലായിട്ട് പ്ലേസ് ചെയ്തു. ഫസ്റ്റ് ഫ്രെയിമിന്റെ മുകളിൽ ഞാൻ പ്ലേസ് ചെയ്ത് എവിടെയും കൊണ്ട് പ്ലേസ് ചെയ്യാം കേട്ടോ. അതൊന്ന് പറഞ്ഞു ഇവിടുന്ന് വേണമെങ്കിൽ അത് എടുത്തിട്ട് എന്ത് ചെയ്യാം, അങ്ങോട്ടൊക്കെ നീക്കി വെക്കാം. അതൊന്നും പ്രോബ്ലം, അതൊന്നും ഇഷ്യൂസ് അല്ല. നമ്മൾ എന്ത് ജസ്റ്റ് ഫസ്റ്റ് പ്രൊജക്ട് മീൻസ് അത് ഫസ്റ്റ് സ്ലൈഡിന്റെ മുകളിലായിട്ട് നമ്മൾ ജസ്റ്റ് പോസ്റ്റ് ചെയ്തു. എന്നിട്ട് ഞാനത് ജസ്റ്റ് പ്ലേ ആക്കുന്നത് നമുക്ക് അതിന്റെ മാറ്റം അറിയാൻ പറ്റും. ജസ്റ്റ് പ്ലേ ആക്കുന്നല്ലോ ആ ഒരു ടൈറ്റിൽ. ഇവിടെ എന്ത് ചെയ്യാം, നമ്മൾ ഈ ഒരു മാറ്റർ എന്താ നമ്മൾ എന്ത് വേണ്ടത്, നമ്മൾ എഡിറ്റ് ചെയ്ത് വെക്കുക. ഇപ്പോൾ ഉള്ളത് ഡിഫോൾട്ട് ആയിട്ട് ഇതിൽ വരുന്ന ഒരു മാറ്ററാണ് ഇതിൽ കാണിക്കുക. ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, അത് എഡിറ്റ് ചെയ്യണം. എഡിറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യുക, ആ സ്ലൈഡ് സെലക്ട് ചെയ്യും. ഇപ്പോൾ ഓരോ സ്ലൈഡ് ഞാൻ സെലക്ട് ചെയ്യണോ, സെലക്ഷൻ മാറുന്നത് കാണുക. ഓക്കെ ഞാൻ ഈ ജസ്റ്റ് എനിക്ക് എഡിറ്റ് ചെയ്യാനുള്ള സ്ലൈഡ് എന്ത് ചെയ്യുക, ആ ടെക്സ്റ്റ് സ്ലൈഡാണ്. അതിന് ഞാൻ ജസ്റ്റ്
സെലക്ട് ചെയ്തു. ഇവിടെ വന്നിട്ട് നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ സെലക്ട് ചെയ്യാം. നമുക്ക് പുതിയൊരു മാറ്റർ ടൈപ്പ് ചെയ്യാനുള്ള ഒരു എന്താ പറയാ, ഒരു സെഗ്മെന്റിലേക്കാണ് വരിക. അപ്പൊ ഞാൻ ജസ്റ്റ് എന്ത് കൊടുക്കാൻ അവിടെ വെൽക്കം. ഓക്കെ, വെൽക്കം ടു ജസ്റ്റ് അക്കാദമി എന്ത് കൊടുക്കാം, വെൽക്കം ടു എന്ന് കൊടുത്തിട്ട് എന്ത് ചെയ്യാം, അവർ എൻ്റർ ചെയ്തിട്ട് ജസ്റ്റ് അക്കാദമി എന്തെങ്കിലും കൊടുക്കാം നമുക്ക്. ഓക്കെ, ഇനി ഞാൻ ഈ ഒരു മെത്തേഡ് ഇവിടെ കൊടുത്തു, വെൽക്കം ടു ജസ്റ്റ് അക്കാദമി. ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഒന്നും കൂടെ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം അല്ലെ. ജസ്റ്റ് പ്ലേ ചെയ്ത് നോക്കാം, വെൽക്കം ടു ജസ്റ്റ് അക്കാദമി. ഓക്കെ, ഫസ്റ്റ് സ്ലൈഡ് ക്ലിയർ ആയല്ലോ. എന്ത് ചെയ്യാം, ഇതിലേക്ക് എനിക്ക് വേറെ സ്ലൈഡ്, വേറെ ടെക്സ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഇതെടുത്തോ, ഈ ഒരു സ്ലൈഡ് എടുത്തിട്ട് എന്ത് ചെയ്യും, ഞാൻ ഇതിന്റെ മുകളിൽ പ്ലേസ് ചെയ്തോ. ഓക്കെ, ഞാനിത് എന്ത് ചെയ്തോ, ഇവിടെ മുകളിൽ പ്ലേസ് ചെയ്തു. ഇതെന്ത് ചെയ്യാം, ഇതിന്റെ സൈസിനനുസരിച്ച് എനിക്ക് എന്ത് ചെയ്യാം, ഇത് വലുതാക്കാം. ഈ ഒരു ഫയൽ എനിക്ക് ഇനി വരുന്ന ഫയൽസുകളിലൊക്കെ ഇതുപോലത്തെ സെയിം ലെറ്റർ ആണെന്ന് എനിക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ വെച്ചിട്ട് ഇതുപോലെ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര സ്ലൈഡുകൾ അതിന്റെ മുകളിൽ എനിക്ക് ഇതുപോലെ എന്ത് ചെയ്യാൻ പറ്റും, ഷോ ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെ വരുമ്പോൾ നമുക്ക് ജസ്റ്റ് നോക്കാം എന്താണ് കാണിക്കുന്നത്. കണ്ടോ? ഓക്കെ, യെസ്. അപ്പൊ എനിക്ക് എന്ത് ചെയ്യാം, ഇത് നമ്മുടെ സ്ലൈഡ് കഴിഞ്ഞാലും ഈ ഒരു സംഭവം എത്ര സ്ലൈഡ് കണ്ടോ അത്ര സ്ലൈഡിന്റെ മുകളിൽ ഇതുപോലെ ഈ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. ജസ്റ്റ് എന്ത് ചെയ്യാം, നമുക്ക് ഡ്രാഗ് ഷോർട്ട് ചെയ്യാം. ഷോർട്ട് ചെയ്ത് ഈ ഒരു സ്ലൈഡ് മാത്രം മതിയെങ്കിൽ സ്ലൈഡിന്റെ മുകളിൽ മാത്രമായിട്ട് എന്ത് ചെയ്യാം, അത് സെറ്റ് ചെയ്ത് വെക്കാം. ഇനി എനിക്ക് ഈ സ്ലൈഡിനെ എഡിറ്റ് ചെയ്യണം. അപ്പൊ ഈ സ്ലൈഡ് സെലക്ട് ചെയ്യാം, ഡബിൾ ക്ലിക്ക് ചെയ്യാം. നമ്മൾ എന്ത് ചെയ്യാൻ കൊടുക്കുക, ഇത് ഒരു നെറ്റ്വർക്കിംഗ് പ്രോസസ് അല്ലെ, നെറ്റ്വർക്കിംഗ് പ്രോസസ്. ഓക്കെ, ജസ്റ്റ് നെറ്റ്വർക്കിംഗ് കോഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത്, അപ്പൊ ഇത് വലിയ സൈസിലാണ്, ഇത് ഫുൾ സ്ക്രീൻ നെറ്റ്വർക്കിംഗ് കോഴ്സ് എന്നാണ് കാണിക്കുന്നത്. അപ്പൊ ഇനി ഇതിനെ എനിക്ക് ചെറുതാക്കണം. ഞാൻ റൈറ്റ് സൈഡിൽ പോയി കഴിഞ്ഞാൽ ഇത് ഒത്തിരി ഫീച്ചേഴ്സ് ഇവിടെ കാണുന്നുണ്ടോ? ഇവിടെ ടെക്സ്റ്റ് കണ്ടോ? ടെക്സ്റ്റിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിന്റെ സൈസ്, ഇപ്പം അതിന്റെ ഫോണ്ട് ഫസ്റ്റ് നമുക്ക് പറയാം, നെറ്റ്വർക്കിംഗ് കോഴ്സ്. നമുക്ക് ഇവിടെ എഡിറ്റ് മാറ്റം വരുത്തണമെങ്കിൽ ഇവിടെ നമുക്ക് മാറ്റം വരുത്താം കേട്ടോ. ഓക്കെ, നെറ്റ്വർക്കിംഗ് കോഴ്സ് എന്നുള്ളത് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, മാറ്റം വരുത്താം, എഡിറ്റ് ചെയ്യാം. അതുപോലെ ഇവിടെ ഇതിന്റെ ഫോണ്ടുകളുടെ മോഡൽസ് നമുക്ക് എന്ത് ചെയ്യാം കേട്ടോ, ഇവിടെ ചേഞ്ചസ് ആണ്. ഓരോ എടുക്കുന്ന സമയത്ത് ഫോണ്ട് എടുക്കുന്ന സമയത്ത് മാറുന്നത് കണ്ടില്ലേ, എന്ത് ചെയ്യാം, ഒത്തിരി മോഡൽസ് ഉണ്ട്. നമുക്ക് ഏതാണോ വേണ്ടത് എന്ത് ചെയ്യാം, എടുക്കാം. ദെൻ അതിന്റെ പോലെ തന്നെ ഇതിന്റെ സൈസ് 120 ആണുള്ളത്, അതെന്ത് ചെയ്യാം, ചെറുതാക്കിയിട്ട് എന്ത് ചെയ്യാം, ഒരു 36 കൊടുത്തു. നമ്മളിവിടെ സാധനം ഇവിടെ കാണുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇതിന്റെ ഫോണ്ടിന്റെ കളർ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഇപ്പൊ വൈറ്റ് ആണ്, അതുകൊണ്ട് നമുക്ക് കാണാം. നമുക്ക് എന്ത് ചെയ്യാം, റെഡിലേക്ക് മാറ്റാം. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ബ്ലൂയിലേക്ക് മാറ്റാം, അല്ലെങ്കിൽ ഗ്രീനിലേക്ക്, ഏത് കളറിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഇത് ജസ്റ്റ് കൺവേർട്ട് ചെയ്യാം. ഓക്കെ, ശരി. അതിൽ നമുക്ക് വേറെ സ്പെക്കായിട്ട് വേറൊരു കളർ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു പിക്കർ ഉണ്ട്. ഈ പിക്കർ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഏത് ഭാഗത്തുള്ള കളറാണോ നമ്മൾ സെലക്ട് ആക്കുന്നത് ആ ഭാഗത്തുള്ള കളർ എന്ത് ചെയ്യും, നമുക്ക് പിക്കിംഗ് ആയിട്ട് കിട്ടും. ഓക്കെ, പിക്കർ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എടുക്കാൻ പറ്റും. ഓക്കെ, യെസ്, അതാണ് അതിന്റെ പിക്കറിന്റെ ഒരു ഓപ്ഷൻ ഉള്ളത്. ഇനി നമ്മൾ പറയുന്നുണ്ട് ഇവിടെ ബോൾഡ് വേണോ, ബോൾഡ് ആക്കാം. കണ്ടില്ലേ, ഇവിടെ ചേഞ്ചസ് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഈ ഒരു ലെറ്റർ ഞാൻ ഇവിടുന്ന് എടുത്തിട്ട് എന്ത് ചെയ്യാൻ, താഴെ ഇവിടെ കൊണ്ടുപോയി വെക്കുന്ന കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു മാറ്റം അറിയാൻ പറ്റുള്ളൂ. ഇവിടെ നെറ്റ്വർക്കിംഗ് എടുത്തിട്ട് ഇതിന്റെ വീണ്ടും സൈസ് ചെറുതാക്കണേ. ഒന്ന് സൈസ് ചെറുതാക്കി 24 എന്നിട്ട് എന്ത് ചെയ്യുക, അതിലെ കളർ നിന്നും കൂടെ ചേഞ്ച് ആക്കി ഇങ്ങനെ ഒരു ഗ്രീനിലേക്ക് അല്ലെങ്കിൽ റെഡിലേക്ക് മാറ്റി. ഓക്കെ, റെഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇവിടെ ഉണ്ട് സംഭവം കോഴ്സ് എന്നൊരു സംഭവം ഇവിടെ മുകളിലുണ്ട് കേട്ടോ. ഓക്കെ, അല്ലെങ്കിൽ ഇതിന് വലുതാക്കണം പ്രോബ്ലം. ജസ്റ്റ് കാണാൻ വേണ്ടിയിട്ടാണ് വലുതാക്കുന്നത് കേട്ടോ. ഓക്കെ, ഇനി ഇതിന്റെ ബോൾഡ് അല്ലെങ്കിൽ നോർമൽ ലെവലിലേക്ക് മാറ്റാം. ഇറ്റാലിക് ചെറിയൊരു ചെരിവ് ആ ലെവലിലേക്ക് അണ്ടർലൈൻ സെറ്റ് ചെയ്യാം. അതുപോലെ നമ്മളെല്ലാം ചെറിയ പാരഗ്രാഫൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇത് സെന്റർ ചെയ്യാം. അതുപോലെ ലെഫ്റ്റ് റൈറ്റ് അലൈൻമെന്റ് ഒക്കെ ഇവിടെ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഇതിന്റെ മോഡല്, ഈ ഒരു കളർ അല്ലെങ്കിൽ ഈ ഒരു സിസ്റ്റത്തിന്റെ ലെറ്റേഴ്സിന്റെ സൈസ് മോഡൽ ഇവിടെ ചേഞ്ച് ആക്കണോ, നമുക്ക് ഏതാണോ മാറ്റുന്നത് ആ ഒരു ഇതിലേക്ക് നമുക്ക് എന്ത് ചെയ്യും, ഇവിടെ ചേഞ്ച് ചെയ്യുന്നതാണ് അല്ലേ. നമുക്ക് ഓരോരുത്തരും ഇഷ്ടമുള്ള രൂപത്തിൽ ചെയ്ത് നോക്കാം. ഒരുപാട് ഫീച്ചേഴ്സ് ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. അതുപോലെ ഇവിടെ താഴേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ കാണുന്നുണ്ടല്ലേ. ഓക്കെ, ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ കാണുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യാം, നിങ്ങള് സമയമുള്ള രൂപത്തിൽ നോക്കി എന്ത് ചെയ്യാം, നമുക്ക് ഇഷ്ടപ്പെട്ടുന്ന ഒരാളുകൾക്ക് ഡിഫറെന്റ് മെത്തേഡുകളും ഐഡിയാസ് ഒക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം, ഒന്ന് ട്രൈ ചെയ്യാം. ഓക്കെ, ദെൻ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിന്റെ
അടുത്തൊരു ഓപ്ഷൻ കാണിക്കുക. ഇതിന്റെ ഇപ്പൊ ഇത് സ്ട്രൈറ്റ് ആണ്, നേരെയുള്ളത്. നമുക്ക് ഇവിടെ നിന്ന് എന്ത് ചെയ്യാം, ഇതിന്റെ ആംഗിൾ ചേഞ്ച് ആക്കാം. മനസ്സിലായി, ഡയറക്റ്റ് ചേഞ്ച് ആക്കാം. അതായത് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ടൈപ്പ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇത് വേണം. ഇവിടെ ഒരു ജസ്റ്റ് ഒരു ആരോ കണ്ടു, ഡബിൾ സൈഡിലേക്ക് ആരോ കാണുന്നുണ്ട്. ഇവിടെ ജസ്റ്റ് വെക്കുന്നേരം ജസ്റ്റ് നെക്കി പിടിച്ചിട്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് പിടിക്കുക, നെക്കി പിടിക്കുക. എന്ത് ചെയ്യുക, റൈറ്റിലേക്ക് നീക്കി കഴിഞ്ഞാൽ ഈ ലെവലിലേക്ക് വരും, ലെഫ്റ്റിലേക്ക് നീക്കി കഴിഞ്ഞാൽ ഈ ലെവലിലേക്ക് വരും. അതായത് നമുക്കിവിടെ എന്തുണ്ട് ചേഞ്ചസ് ആവുന്നത് അറിയാൻ പറ്റും. ഓക്കെ, യെസ്. ഇനി ഞാൻ എന്ത് ചെയ്തോ, ഇനി ഇതിന്റെ സ്കെയില് അതുണ്ടോ, ഇങ്ങനെ ചെറുതാക്കാം വലുതാക്കാനുള്ള സ്കെയിൽ ഇവിടെ മാനുവൽ ഓപ്ഷൻ ഉണ്ട്, പൊസിഷൻ ഓപ്ഷന്. അതുപോലെ ഇനി ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ എന്ത് ചെയ്യാം, പൊസിഷൻ നീക്കാം. റൈറ്റ് ടു ലെഫ്റ്റ്, എക്സ് വൈസ് എന്ന ഓപ്ഷനിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, എക്സ് വൈ എന്ന രൂപത്തിലേക്ക് നമുക്ക് എന്ത് ചെയ്ത് പൊസിഷൻ നീക്കി എടുക്കാൻ പറ്റും. പിന്നെ ഇനി ഒത്തിരി ലെറ്റേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ സ്പേസ് ഉണ്ടോ, ഈ ലെറ്റേഴ്സിന്റെ വിടുത്ത് നല്ല അടുത്ത് വന്നു, ഇതാണ് കുറച്ച് ഡിസ്റ്റൻസ്. ഈ ഒരു മെത്തേഡ് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ചെയ്യാം, ലെറ്റർ സ്പേസിങ്ങില്. ഓക്കെ, പിന്നെ ലൈൻ ഹൈറ്റ്, ഇതിന്റെ ഹൈറ്റ് നമുക്ക് എന്ത് ചെയ്യാം, കൂട്ടി കൊടുക്കും. അതായത് ഇപ്പൊ നമുക്ക് ഈ ഒരു ലെറ്റർ മാത്രമുള്ളത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, വലിയൊരു വേർഡ് മാത്രമുള്ളത് കൊണ്ട് നമുക്ക് അത് എഫക്ട് ചെയ്യില്ല. 2-3 ഒക്കെ ലൈൻസിൽ ലെറ്റേഴ്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വേർഡ്സ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിന്റെ ഹൈറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, യെസ്. ഇനി അലൈൻമെന്റ് നമുക്ക് എന്ത് ഏത് ഭാഗത്തേക്ക് വേണമെങ്കിൽ സെന്ററിലേക്ക് വേണമെങ്കിൽ സെന്ററിലേക്ക് കൊണ്ടുവരാം. ലെഫ്റ്റ്, റൈറ്റ്, അപ്പ്, ഡൗൺ, ബോട്ടം എല്ലാം ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് മറ്റൊരു ഫീച്ചർ ഇതിൽ വരുന്നത്, ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ബാക്ക്ഗ്രൗണ്ട് ഓപ്ഷൻ ഇവിടെ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കാണ്ട്, കളർ വേണമെങ്കിൽ കളർ, അല്ലെങ്കിൽ ഗ്രേഡിയന്റ് വേണമെങ്കിൽ ഗ്രേഡിയന്റ് കൊടുക്കാം. ഗ്രേഡിയന്റ് നമുക്ക് എന്ത് ചെയ്യാം, ഇഷ്ട ഒരു കളർ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, ഗ്രേഡിയന്റ് കളർ ചേഞ്ച് ചെയ്യാൻ ചെയ്യാം കേട്ടോ. അതിന് ഒപ്പാസിറ്റി ഇവിടെ ഉണ്ടോ, ഒപ്പാസിറ്റി, ആ ഗ്രേഡിയന്റിന്റെ ഒപ്പാസിറ്റി നമുക്ക് ഇവിടെ എടുത്തു കഴിഞ്ഞാൽ അത് കുറയും കൂടുന്നുണ്ട്. അതിലിവിടെ ഗ്രേഡിയന്റ് പകരം കളർ ഫിൽ ആണെങ്കിൽ ഇവിടെ ബ്ലാക്ക് ആണ് ഇവിടെ ബാക്ക്ഗ്രൗണ്ട് കാണിക്കുന്നുണ്ടോ, ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് ആണ് കാണിക്കുന്നത്. അത് നമുക്ക് എന്ത് ചെയ്യാം, കളർ മാറ്റിയിട്ട് വേറെ കളറിലേക്ക് എടുത്തു. ഓക്കെ, വേറെ കളറിലേക്ക് എടുത്തു. അത് നമുക്ക് എന്ത് ചെയ്യാം, കളർ ഇവിടുന്ന് ചേഞ്ച് എടുക്കും, ബാക്ക്ഗ്രൗണ്ട് കളർ നമുക്ക് ചേഞ്ച് എടുക്കാം. ബാക്ക്ഗ്രൗണ്ട് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ട, അവിടെ ബാക്ക്ഗ്രൗണ്ട് ഒഴിവാക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇതിലത് ഓക്കെ, ഇതിന്റെ ആ ബോക്സ് കാണുന്നുണ്ടോ, ആ ബോക്സിന്റെ ഷേപ്പ് മാറ്റം വരുന്നുണ്ട് കേട്ടോ. ഇപ്പൊ ഇത് റൗണ്ട് ഷേപ്പ്, നമ്മൾ സ്ക്വയർ ബോക്സിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ അതെന്തായി, റൗണ്ട് ബോക്സ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഒക്കെ ഒരു ഓവൽ ഷേപ്പിലേക്ക് മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഉള്ളത് സ്ക്വയറിൽ വന്നു. നമ്മളിവിടെ ചെയ്യുന്ന സമയത്ത് എന്തുണ്ട്, അത് ഒരു റൗണ്ട് ആകൃതിയിലേക്ക് വരുന്നുണ്ട് ബോക്സ് ബാക്ക്ഗ്രൗണ്ട്. ഓക്കെ, യെസ്. ഇനി മറ്റൊരു ഓപ്ഷനാണ് സ്പ്രെഡ്. ഇതിന് വലുതാക്കാനുള്ള ഓപ്ഷൻ ഉണ്ടോ, നമുക്ക് സ്പ്രെഡ് ചെയ്യാം. കണ്ടോ, അങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടോ, ഈ രൂപത്തിലേക്ക് നമുക്ക് ഇതിനെ കണ്ടോ, ഈ സ്ക്വയറുള്ള സാധനമാണ് ഇങ്ങനെ നമ്മൾ ചെയ്ത് മാറ്റിയെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, കളേഴ്സിൽ ലെറ്റേഴ്സിന്റെ കളറൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് മാറ്റിയിട്ട് വേറെ കളറിലേക്കൊക്കെ ആഡ് ചെയ്യാം. അതിന്റെ ഷെയ്ഡിങ് കാര്യങ്ങൾ, അതുപോലെ ഔട്ട്ലൈൻ വേണമെന്നുണ്ടെങ്കിൽ, ഔട്ട്ലൈൻ വേണ്ടതുണ്ടെങ്കിൽ ഔട്ട്ലൈൻ ഒഴിവാക്കാം. ഔട്ട്ലൈൻ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്തിട്ട് റെഡ് ആക്കി കൊടുക്കാം. റെഡ് ഔട്ട്ലൈൻ ഉണ്ടാവും. ഓക്കെ, ഈ ലെറ്റേഴ്സിന്റെ ഔട്ട്ലൈൻ ആട്ടെ പറയുന്നത്. ഓക്കെ, അതുപോലെ ബ്ലർ ആക്കണമെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ബ്ലർ ആക്കാം, ഔട്ട്ലൈന് ബ്ലറായി ചെയ്യാം. അതുപോലെ തന്നെ എന്ത് ചെയ്യുക, തിക്നെസ് കൂട്ടണമെങ്കിൽ തിക്നെസ് കൂട്ടാണല്ലോ ഔട്ട്ലൈന്, ലെറ്റേഴ്സിന്റെ ഔട്ട്ലൈന് തിക്നെസ് കൂട്ടി ബ്ലർ ആക്കണമെങ്കിൽ ബ്ലർ ചെയ്യാം. എല്ലാ ഓപ്ഷൻസും ഇതിൽ വരുന്നുണ്ട്. ഈ ഔട്ട്ലൈനിന്റെ കളർ ഇവിടുന്ന് മാറ്റി കൊടുക്കാം. ഇതെടുത്ത് നമുക്ക് എന്ത് ചെയ്യാം, വേറെ കളറിലേക്ക് ചെയ്യാം. അതിന്റെ ഒപ്പാസിറ്റി കാര്യങ്ങളെല്ലാം ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ഒത്തിരി ഫീച്ചേഴ്സ് നമുക്ക് ഈ ലെറ്റേഴ്സിന്റെ ഈ ടെക്സ്റ്റിന്റെ സെഗ്മെന്റ് നമുക്ക് എന്ത് ചെയ്യാം, എഡിറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതാണ് നമുക്ക് ജസ്റ്റ് നോക്കാം. ഇനി ഇതിന്റെ ആനിമേഷൻ കൊടുക്കാം. ഇപ്പൊ ബേസിക് ടെക്സ്റ്റിന്റെ ബേസിക് ആണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ടെക്സ്റ്റ് ആനിമേഷനിലേക്ക് പോകാം. ആനിമേഷൻ ഉണ്ട്, ആനിമേഷൻ ഇന്ന് ഔട്ട്, അതുപോലെ ലോക്ക്, 2 ഓപ്ഷൻ ഉണ്ട്. ഇന്ന് ഔട്ട് ജസ്റ്റ് എന്ത് ചെയ്യാം, ടെക്സ്റ്റ് വേണം എടുത്തു, ഡൗൺലോഡ് ആവുന്നുണ്ട്. ഇത് കണ്ടോ, നമുക്ക് എന്ത് ചെയ്യാം, വേറെ ടെക്സ്റ്റ് എടുത്ത് നോക്കാം. ഈ ടെക്സ്റ്റ് എടുത്ത് നോക്കാം. ഓക്കെ, ഒത്തിരി ഫീച്ചേഴ്സ് ഇവിടെ ഉണ്ട്. ഔട്ട് ഓപ്ഷൻ ആണെങ്കിൽ ഔട്ട് ഓപ്ഷൻ ഉണ്ട്. ഇപ്പൊ നമ്മൾ ഇന്റെ ഓപ്ഷൻ അടുത്തത്, അതിന്റെ ഔട്ട് ഓപ്ഷൻ ഉണ്ട്. ഓക്കെ,
അത് ലൂപ്പ് ഓപ്ഷനാണ്. ഒത്തിരി ഓപ്ഷൻസ് ലൂപ്പ് ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഒരു ചെറിയൊരു ഇത് കൊടുക്കാം. ഓക്കെ, ഇങ്ങനെ പല ഫീച്ചേഴ്സും നമുക്ക് ഈ ടെക്സ്റ്റിന്റെ ഓപ്ഷനിലുണ്ട്. ഓക്കെ, യെസ്. അപ്പം ഇതാണ് ഇതിന്റെ ടെക്സ്റ്റ് സെഗ്മെന്റിൽ വരുന്നത്. ഇത് ട്രാൻസ്ലേഷൻ ഓക്കെ, ഇത് നമുക്ക് ട്രാൻസിഷൻ ടെക്സ്റ്റ് കഴിഞ്ഞ ട്രാൻസിഷൻ എന്ന ഓപ്ഷനാണ്. ഈ ട്രാൻസിഷനിൽ ഇതുപോലെ തന്നെ ഒത്തിരി ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ഇപ്പൊ നമുക്ക് ഈ ഒരു മെത്തേഡ് ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ആഡ് ചെയ്യാം. അത് നമ്മൾ എന്ത് ചെയ്യാണ്, ജസ്റ്റ് ഒരു ഇതിലേക്ക് ഏതാണോ ഇത് മാറ്റം വരുത്തേണ്ടത് അതിന്റെ മുകളിലേക്ക് നമ്മൾ എന്ത് ചെയ്യുകയാണ്, ജസ്റ്റ് അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അത് നമുക്ക് അതിന്റെ ഫീലിംഗ് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് വീഡിയോസും കാര്യങ്ങളൊക്കെ വേണം. ടെക്സ്റ്റ് ആകുമ്പോൾ ഇമേജസ് ആകുമ്പോൾ നമുക്ക് അതിന്റെ കറക്റ്റ് മൂവ്മെന്റ് അറിയാൻ പറ്റില്ല. നമുക്ക് വീഡിയോസ് ആകുമ്പോഴേ കറക്റ്റ് അതിന്റെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു മൂവ്മെന്റ്സ് നമുക്ക് അറിയാൻ പറ്റുള്ളൂ കറക്റ്റ്. ഓക്കെ, അവിടെ നടക്കുന്ന ഒരു മാറ്റം, ഈ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടല്ലോ, അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇവിടെ കൊടുത്താൽ നമുക്ക് ടെക്സ്റ്റിന്റെ ഇവിടെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഓക്കെ, ജസ്റ്റ് നോക്കാം നമുക്ക്. ആ ഒരു ആ ഒരു മൂവ്മെന്റ് ഉണ്ടല്ലോ, ആ ജസ്റ്റ് ഒന്ന് ബ്ലിങ്ക് ആയി പോകുന്ന മൂവ്മെന്റ് ആണ് ഇപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അങ്ങനെ അത് കറക്റ്റ് നമുക്ക് ഫീൽ ചെയ്യണമെന്നുണ്ട്. വീഡിയോസ് ക്ലിപ്പുകളാകുമ്പോൾ നമുക്ക് അതിന്റെ മൂവ്മെന്റ് കറക്റ്റ് നമുക്ക് കിട്ടുള്ളൂ. ക്ലിയർ അല്ലേ? യെസ്. അപ്പൊ ഇതിൽ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ ട്രെൻഡിങ് ആയിട്ടുള്ളത് സൂം, ഒത്തിരി സ്ലൈഡ്സ്, ഒത്തിരി മോഡൽസ് ഇതിലുണ്ട്. 3D ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യാം, നിങ്ങൾ ഇതെല്ലാം ജസ്റ്റ് ഓരോന്നോരോന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ഇനി ഈ ഒരു സ്ലൈഡിൽ നിന്ന് മറ്റൊരു സ്ലൈഡിലേക്ക് നമുക്ക് ഒറ്റയടിക്ക് മൂവ് ചെയ്യുന്നതിന് പകരം ഒരു ചെറിയൊരു നമ്മൾ സിനിമ ഇതിലൊക്കെ കാണില്ലേ, ഒരു എന്താ പറയുക, ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ആകുമ്പോഴൊക്കെ അല്ലെങ്കിൽ ലൊക്കേഷൻ ചേഞ്ച് ആകുമ്പോഴൊക്കെ ചെറിയൊരു മൂവ്മെന്റ് നടത്തുന്നത്, ആ ഒരു സിസ്റ്റമാണ് ശരിക്കും ഇവിടെ വരുന്നത്. ഓക്കെ, ഇത് മറ്റൊരു ഓപ്ഷന് എഫക്ട്സും ഇതുപോലെ തന്നെയാണ്. ഒത്തിരി ഇതിൽ വരുന്നുണ്ട്, എഫക്ട്സുകൾ വരുന്നുണ്ട് ഇതില്. കണ്ടോ, ഒരു ജസ്റ്റ് ഈ ഒരു പിക്ക് നമുക്ക് ഇതിലേക്ക് ഒരു എഫക്ട്സ് കൊടുക്കാറുണ്ട്. എഫക്ട്സ് ചെയ്യാൻ കൊടുത്തു, അതിലേക്ക് ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്ത് നോക്കാം. ഉണ്ടോ, ആ പിക്ക് ഉണ്ടോ, ആ സൈഡ് മൂവ് ആവുന്നതാണ്. ആ ഒരു എഫക്ട്സ്, അതുപോലത്തെ ഒത്തിരി എഫക്ട്സ് ഇതിൽ വരുന്നുണ്ട്. ഒരുപാട് എഫക്ട്സ് ഇതിൽ വരുന്നുണ്ട്. അതിന്റെ പല മോഡൽസ് വരുന്നുണ്ട്. ബേസിക്, സ്റ്റോൺ, പല മോഡൽസ് എഫക്ട്സുകളും വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ചെയ്യുന്ന സ്ലൈഡിന് ഡിപ്പെൻഡ് ചെയ്തിട്ട്, നിങ്ങൾ ചെയ്യുന്ന വർക്കിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, എഫക്ട്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഫിൽറ്റേഴ്സ് വരുന്നുണ്ട്. ഫിൽറ്റേഴ്സ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ മറ്റൊരു എഫക്ട്സിന്റെ മറ്റൊരു രൂപമാണ് ഫിൽറ്റേഴ്സ്. ഓക്കെ, ഇത് കൂടുതൽ അപ്ലൈ ആവുക വീഡിയോ ഇതിലേക്കാണ് കൂടുതൽ ഫിൽറ്റേഴ്സ് ഒക്കെ അപ്ലൈ ആവുക. ഓക്കെ, ഇനിയുള്ളത് സ്റ്റിക്കേഴ്സ്. നമുക്ക് സ്റ്റിക്കറുകൾ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്റ്റിക്കറുകൾ, പല മോഡൽ സ്റ്റിക്കറുകൾ ഉണ്ട് ഇവിടെ. യൂട്യൂബ് സ്റ്റിക്കറുകൾ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ സ്റ്റിക്കറുകൾ, ആരോസ്, ലൈക്കുകൾ, ഒത്തിരി രൂപത്തിലുള്ള ഇതാണോ, നമുക്ക് ഒത്തിരി രൂപത്തിലുള്ള ഈ സംഭവത്തിൽ നമുക്ക് എന്ത് ജസ്റ്റ് ഇതിന്റെ മുകളിലേക്ക് അപ്ലൈ ചെയ്യാം. നമുക്ക് ഓക്കെ, ഇത് അടുത്ത ലെയർ ആയിട്ടാണ്, അടുത്ത പാത്തായിട്ടാണ് നമുക്ക് വരുന്നത്, അടുത്ത ലെയർ ആയിട്ടാണ് വരുന്നത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഉണ്ടോ, ഇത് എനിക്ക് ചെറുതാക്കാം. ഇത്ര വലുതായി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കാണാൻ പറ്റില്ല, താഴെയുള്ള ഒബ്ജക്റ്റ് കാണാൻ പറ്റില്ല. അത് ചെറുതാക്കാൻ എന്ത് ചെയ്യാം, ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിന്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഒപ്പാസിറ്റി അഡ്ജസ്റ്റ് ചെയ്യാം. അല്ല, ഇതിന്റെ സൈസ് ചെറുതാക്കണേ, ഇതിന്റെ സൈസ് എന്ത് ചെയ്യാം, ചെറുതാക്കൊക്കെ ചെയ്യാം. ഇവിടെ ഇതുണ്ടോ, ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ മുകളിൽ ഒരു സ്ക്വയർ വരുന്നുണ്ട്. ഡോട്ടുകളൊക്കെ നമുക്ക് ഇത് റൊട്ടേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിന് ഇവിടെ വെച്ചിട്ട് ഈ കോർണറിൽ പിടിച്ച് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഇതെന്ത് ചെയ്യും, ചെറുതാവും എല്ലാം ചെയ്യും. ഓക്കെ, ഇതൊക്കെ നമുക്ക് ഈ ഒരു മെത്തേഡിൽ ചെയ്യാൻ പറ്റും. നമുക്ക് വീഡിയോസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, സോഷ്യൽ മീഡിയാസിന്റെ ഇതുപോലത്തെ ഐക്കണുകള്, സബ്സ്ക്രിപ്ഷൻ ഒക്കെ അല്ലെ, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ ഐക്കൺ പ്രസ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാന്നൊക്കെ പറയുമ്പോൾ ഇതുപോലത്തെ കാര്യങ്ങൾ കാണാൻ പറ്റില്ലേ. അതൊക്കെ നമുക്ക് ഈ ഒരു മെത്തേഡിൽ നമുക്ക് നമ്മുടെ വീഡിയോസ് നമുക്ക് എന്ത് ചെയ്യാം, സ്വന്തമായിട്ട് ക്രിയേറ്റ് ആക്കി എടുക്കാം. ജസ്റ്റ് അക്കാദമി. ഓക്കെ, ലൈക്ക് കൊടുത്തു. ഓക്കെ, എനിക്ക് ഈ ജസ്റ്റ് അക്കാദമി ഞാൻ ഫസ്റ്റ് കൊടുത്ത ഈ ഒരു സിസ്റ്റത്തിലേക്ക് ജസ്റ്റ് അക്കാദമി എന്ന കൺസെപ്റ്റ്, ഈ ഒരു വേർഡ്, ഇതിലേക്ക് എന്ത് ചെയ്യാം, എനിക്ക് ഈ ടെക്സ്റ്റുകൾ എനിക്ക് എന്ത് ചെയ്യാം, ഇവിടെ പോയിട്ട് ബേസിക് ആയിട്ട് എന്ത് ചെയ്യാം, എഡിറ്റ് ചെയ്യാം.
ജസ്റ്റ് ഒന്ന് എഡിറ്റ് ചെയ്യുക. ഒരു സ്ലൈഡ് ഞാൻ കൊടുക്കട്ടെ. ആനിമേഷൻ എടുത്തു. ആനിമേഷൻ ഈ ഒരു സംഭവം ഞാൻ ഉപയോഗിക്കുന്നു. ഈ ഒരു ടെക്സ്റ്റ് കൊടുക്കാം. ഓക്കെ, കൊടുത്തു. ഇനി എന്ത് ചെയ്യാം, ജസ്റ്റ് പ്ലേ ചെയ്യാം. നമ്മൾ ഇത്രയും ചെയ്ത വർക്കുകൾ ജസ്റ്റ് പ്ലേ ചെയ്യാണ്. അതിന്റെ ടൈമിങ്ങും കാര്യങ്ങളും ഡ്യൂറേഷനൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, എഡിറ്റ് ചെയ്യാട്ടോ. നമുക്ക് ടെക്സ്റ്റിന്റെ ഡ്യൂറേഷനും കാര്യങ്ങളൊക്കെ ഇവിടെ എഡിറ്റ് ചെയ്യാൻ, ഡ്യൂറേഷൻ കുറച്ച് കൂട്ടി കൊടുക്കുകയൊക്കെ ചെയ്യാട്ടോ. അപ്പോൾ കുറച്ച് സ്ലോ ആയിരിക്കും ഉണ്ടാവുക, അല്ലെങ്കിൽ കുറച്ച് ഫാസ്റ്റ് ആയിരിക്കും. ഡ്യൂറേഷൻ കുറച്ച് കഴിഞ്ഞാൽ അത് ഫാസ്റ്റ് ആയിരിക്കും. ഡ്യൂറേഷൻ കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, കുറച്ച് സ്ലോ ആയിട്ടാണ് നമുക്ക് എന്ത് ചെയ്യും പ്ലേ ആവുക. ഓക്കെ, ഇപ്പം ഉണ്ടോ സ്ലോ ആയിട്ടാണ് പ്ലേ ആയിട്ടുള്ളത്. ഞാൻ ഡ്യൂറേഷൻ കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാം, അത് പെട്ടെന്ന് എന്ത് ചെയ്യും, അത് തീർന്നു പോകും. ജസ്റ്റ് നോക്കണം. ഓക്കെ, കഴിഞ്ഞു. അതേപോലെ നമ്മൾ ഡ്യൂറേഷൻ കൂട്ടി കൊടുത്താൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു സമയം കിട്ടും. നമ്മളെ ലെറ്റേഴ്സ് നമുക്ക് ഷോ ചെയ്ത് വരാൻ കുറച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഒരു സമയം കിട്ടും. കണ്ടില്ലേ? ഓക്കെ, അത് നമ്മൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഏത് മെത്തേഡാണ് വേണ്ട രൂപത്തിൽ നമുക്ക് ചെയ്യാം. ഇതിൻ്റെ എല്ലാം ബേസിക് ആണ് ഞാൻ പറയുന്നത് കേട്ടോ. എല്ലാത്തിൻ്റെ എങ്ങനെ ഉപയോഗിക്കാനുള്ള ബേസിക് ആണ് പറയുന്നത്. നമ്മുടെ മീഡിയ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റിക്കറുകൾ പല രൂപത്തിൽ ഇവിടെ വരുന്നുണ്ട്, ഇമോജികൾ വരുന്നുണ്ട് അല്ലേ. അതുപോലെ താഴെ സോഷ്യൽ മീഡിയാസിന്റെ ഈ സ്റ്റിക്കറുകളൊക്കെ ഒത്തിരി ലെഫ്റ്റ് സൈഡ് ഒക്കെ കഴിഞ്ഞാൽ ഒത്തിരി ടൈപ്സ് നമുക്ക് എന്തുണ്ട്, സ്റ്റിക്കറുകൾ നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, അതുപോലെ ടെംപ്ലേറ്റ്സുകൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ന്യൂസ് ചാനൽ അല്ലെങ്കിൽ നമുക്ക് ഒരു കൗണ്ടിങ് ഒക്കെ ജസ്റ്റ് നോക്കാം. ഈ ഒരു ടെംപ്ലേറ്റ് ഓപ്ഷൻ നോക്കാം. ഇതുപോലത്തെ ടെംപ്ലേറ്റ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിലേക്ക് നമ്മൾ ചെയ്യുന്ന പ്രോജക്റ്റിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഈ കൗണ്ടിങ് കഴിഞ്ഞിട്ടായിരിക്കും നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇത് നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, കൂടെ ആഡ് ചെയ്യാം. ഇതിന്റെ സ്റ്റാർട്ടിങ്ങിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് എന്തുണ്ടാവാം, നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. കൗണ്ട് ടൈം കഴിഞ്ഞിട്ട് ജസ്റ്റ് നമുക്ക് നോക്കാം, ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. ഡിസ്പ്ലേ ചെയ്ത് നോക്കാം നമുക്ക്. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ കൂടുതൽ അടുത്ത പ്രോജക്റ്റ് വരുന്നത്. ഓക്കെ, യെസ്. അപ്പൊ ഈ രൂപത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഏതൊരു മെത്തേഡും ടെക്സ്റ്റാണ് ഇമേജസോ വീഡിയോസോ ഒക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് എഡിറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതാണ് നമുക്ക് ഈ ഇത്രയും ഭാഗങ്ങളുള്ള കുറച്ച് ഷോർട്ടാക്കി പറഞ്ഞിട്ടുള്ളത്. അതിന്റെ അഡീഷണൽ ഓപ്ഷൻസ് ആണ്, ഫീച്ചേഴ്സ് ആണ് ഇവിടെ കാണിക്കുന്നത്. ഈ താഴെ ഞാൻ പറഞ്ഞു, ഈ ഒരു ഫീച്ചേഴ്സ് ഞാൻ പറഞ്ഞു. അതുപോലെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ലെയറിനെ കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്ര ഭാഗം പാടാൻ നമുക്ക് എന്ത് ചെയ്യും, ഇവിടെ ജസ്റ്റ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി ഫീച്ചേഴ്സ് ഉണ്ട്. കട്ട് ചെയ്യാനുള്ള ട്രിമ്മർ ഉണ്ട്, ടെക്സ്റ്റ് ടൂൾ ഉണ്ട് കേട്ടോ. ക്വിക്ക് ടെക്സ്റ്റ്, പെട്ടെന്ന് ടെക്സ്റ്റ് എഡിറ്റ് ചെയ്യണം, അതുപോലെ ക്രോപ്പ് ചെയ്യണം. Incoming call from Alalu's identified by Truecaller. ക്രോപ്പ് ചെയ്തോ. നമുക്ക് എന്ത് ചെയ്യാം, സ്ലൈഡിൽ ഇവിടുന്ന് ക്രോപ്പ് ചെയ്യാം. ഇനിയിപ്പം ഒരു സ്ലൈഡ് നമുക്ക് ഒഴിവാക്കാം, ഡിലീറ്റ് ചെയ്യണമെങ്കിൽ സ്ലൈഡ് ഡിലീറ്റ് ചെയ്യാം, അത് ക്രോപ്പ് ചെയ്യാം, ടെക്സ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ മറ്റൊരു ഫീച്ചറാണ് നമുക്ക് റെക്ടാംഗിൾ ആരോസ് ഒക്കെ നമുക്ക് അഡീഷണൽ വേണമെന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഫീച്ചേഴ്സിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക്. ഓക്കെ, ഇത് ഡയറക്റ്റ് എന്ത് ചെയ്യാനുണ്ടോ, ആരോ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് നേരത്തെ കണ്ട ആ സെയിം ഫീച്ചേഴ്സിലേക്ക് നമുക്ക് പോകുന്നത്. ആരോയിലൊക്കെ പോയി കഴിഞ്ഞാൽ റെക്ടാംഗിൾ വേണമെങ്കിൽ റെക്ടാംഗിൾ എടുക്കാം നമുക്ക്. ഓക്കെ, എന്നിട്ടോ ഈ ഒരു റെക്ടാംഗിൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പിക്ചറിന്റെ മുകളിലേക്ക് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, റെക്ടാംഗിളാണ് സെറ്റ് ചെയ്തു. ഇനി ഈ പിക്ചറിന്റെ മുകളിൽ ആ ഇത്ര സ്പേസിൽ എന്ത് ചെയ്യും, റെക്ടാംഗിൾ കാണിക്കും. കണ്ടോ, ഈ റെക്ടാംഗിൾ നമുക്ക് ഏത് ഭാഗത്തേക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, കൊണ്ട് ആഡ് ചെയ്യാം. ഈ റെക്ടാംഗിളിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഇത് റൊട്ടേറ്റ് ചെയ്യാം. ലോഗോ കാര്യങ്ങളൊക്കെ ആ ലെവലിൽ നമുക്ക് ജസ്റ്റ് റൊട്ടേറ്റ് ചെയ്യാം. ആ ഒരു മെത്തേഡിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ യൂസ് ചെയ്യാം. അതുപോലെ നമുക്ക് റെക്ടാംഗിൾ പകരം ആരോ വേണം, ജസ്റ്റ് ആരോ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ പോയിട്ട്
ആരോസ് എടുക്കാം. ഓക്കെ, ഇവിടെ 3 ആരോസ് നമുക്ക് ഏത് രൂപത്തിൽ നമുക്ക് ആരോ ക്രിയേറ്റ് ചെയ്യാൻ നമ്മളുടെ ഷേപ്പും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. പിന്നെ അതിന്റെ ബേസിക് എന്ത് ചെയ്യുക, ഡ്രോപ്പ് ഷാഡോ, ആരോക്ക് ഡ്രോപ്പ് ഷാഡോ കാര്യങ്ങളൊക്കെ കൊടുക്കണമെങ്കിൽ കൊടുക്കാം. കളർ ഫില്ല് ചെയ്യണം, കളർ ഫില്ല് ചെയ്യാം. ബാക്ക്ഗ്രൗണ്ട് കളർ നമുക്ക് എന്തിൻ്റെ കളർ ഫില്ല, കളർ മീൻസ് ഷാഡോക്കുള്ള കളറാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഷാഡോന്റെ കളറ്. ഈ ആരോക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ ഷേപ്പ് കാര്യങ്ങൾ സൈസൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ഇവിടുന്ന് മാറ്റിയെടുക്കാൻ പറ്റും. അങ്ങനെ ഒത്തിരി ഫീച്ചേഴ്സ് നമുക്ക് എന്തുണ്ട് ഇതിൽ വരുന്നുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾ എന്ത് ചെയ്യാം, അതെല്ലാം ചെക്ക് ചെയ്യാം. നിങ്ങളുടെ ഇഷ്ടാനുസരണം വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചെക്ക് ചെയ്യാം. ഓക്കെ, ഇതാണ് നമ്മുടെ ഒരു ബേസിക് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ. പിന്നെ നമുക്ക് ഇതിൽ വരുന്നുണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ നമുക്ക് ഇതിൻ്റെ ഈ ഡിസ്പ്ലേയുടെ ഈ താഴത്തെ വർക്ക് സ്പേസിന്റെ സൈസ് എന്ത് ചെയ്യാൻ പാടില്ല, സൂം ആക്കുക, സൂം ഔട്ട് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വരുന്നത്. ഓക്കെ, യെസ്. അപ്പോൾ ഇതാണ് ഇതിന്റെ ബേസിക് കാര്യങ്ങളുള്ളത്. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ ചെയ്ത വർക്കുകൾ നമുക്ക് എന്ത് ചെയ്യാം, എക്സ്പോർട്ട് ചെയ്യാം. അതുപോലെ മുകളിൽ കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്, ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഈ ഫയൽസിൽ പോയി ന്യൂ പ്രൊജക്ട്, പുതിയ പ്രൊജക്ട് ക്രിയേറ്റ് ആക്കാൻ നമുക്ക് എന്ത് ചെയ്യാം, ഒരുപാട് സൈസ് ചോദിക്കുന്നുണ്ട്. ഉണ്ട്, ഡിഫോൾട്ട് സൈസാണ് 19:16:9 എന്നുള്ളത് ഒരു ഡിഫോൾട്ട് സൈസാണ്. നമുക്ക് ഓരോരോ മീഡിയാസിനനുസരിച്ച് നമുക്ക് ഇതിവിടെ മാറ്റി കൊടുക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ചെയ്യുന്ന വീഡിയോക്ക് അനുസരിച്ച് അതിനനുസരിച്ചായിരിക്കും നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് റിസൾട്ട് ഈ റെസൊല്യൂഷനെ ബേസ് ചെയ്തിട്ട്. ഓക്കെ, അത് ഓപ്പൺ പ്രൊജക്ട്, നമ്മൾ മുൻപ് ചെയ്ത് വെച്ച പ്രൊജക്ട് സേവ് വെച്ചിട്ടുണ്ടെങ്കിൽ ഓപ്പൺ പ്രൊജക്ട്. പിന്നെ റീസെന്റ് ചെയ്ത പ്രൊജക്ട് നമുക്ക് ഓപ്പൺ ചെയ്യണമെങ്കിൽ ഇവിടെ എന്ത് ചെയ്യാം, ഇവിടെ എടുക്കാം. പിന്നെ ഇമ്പോർട്ട് മീഡിയ ഉണ്ട്. ഇമ്പോർട്ട് മീഡിയ നമുക്ക് എന്ത് ചെയ്യാം, ഫോൾഡറിന് ഇമ്പോർട്ട് ചെയ്യാം, അല്ലെങ്കിൽ എന്താ പറയുക ഫയൽസ് സോഷ്യൽ മീഡിയാസ് എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യും ഇവിടെ ഇമ്പോർട്ട് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. പിന്നെ റെക്കോർഡ് സ്ക്രീൻ, റെക്കോർഡ് ഈ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് റെക്കോർഡ് പറഞ്ഞാൽ റെക്കോർഡ് ഫ്രം വെബ് ക്യാം. നമുക്ക് വെബ് ക്യാം ഉണ്ടെങ്കിൽ വെബ് ക്യാം ജസ്റ്റ് വീഡിയോ മാത്രമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, റെക്കോർഡ് ചെയ്യാൻ ഓപ്ഷനാണ്. പിന്നെ ഇത് ബ്രോഡ്കാസ്റ്റ് PC സ്ക്രീൻ, സോറി റെക്കോർഡ് PC സ്ക്രീൻ, രണ്ടാമത്തെ ഓപ്ഷൻ റെക്കോർഡ് PC സ്ക്രീൻ ആണ്. ഈ റെക്കോർഡ് PC സ്ക്രീൻ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കുകൾ, ഞാനിപ്പോ നിങ്ങൾക്ക് കാണിച്ചു തരുന്ന ഈ സംഭവങ്ങൾക്ക് എന്ത് ചെയ്യും, ഫുള്ളി സ്ക്രീൻ റെക്കോർഡ് ചെയ്യാം, വിത്ത് ഓഡിയോ വിത്ത് ക്യാമറ എല്ലാം റെക്കോർഡ് ആക്കിയിട്ടുള്ള ഒരു മെത്തേഡാണ് ഈ ഒരു ഓപ്ഷൻ വരുന്നത്. പിന്നെ റെക്കോർഡ് വോയിസ്, നമുക്ക് ഓഡിയോ മാത്രമേ റെക്കോർഡ് ചെയ്താൽ മതിയെങ്കിൽ നമുക്ക് ഈ ഒരു ഫീച്ചറിലേക്ക് കയറാം. സേവ് പ്രൊജക്ട്, ചെയ്ത പ്രൊജക്ട് സേവ് ആക്കാനുള്ള കാര്യങ്ങളാണ് ഇവിടെ വരുന്നത്. പിന്നെ റെൻഡർ പ്രിവ്യൂ നമ്മൾ ചെയ്ത വർക്ക് ജസ്റ്റ് എന്ത് ചെയ്യുക, റെൻഡർ സേവ് ചെയ്യാൻ മുൻപ് ജസ്റ്റ് നമുക്ക് ഒരു വാച്ച് ചെയ്യാനുള്ള ഒരു സിസ്റ്റമാണ് ഇവിടെ റെൻഡർ പ്രിവ്യൂ എന്ന ഓപ്ഷൻ വരുന്നത്. പിന്നെ ഡിലീറ്റ് കാര്യങ്ങളൊക്കെ. ഓക്കെ, പിന്നെ മെയിനായിട്ട് നമുക്ക് വരുന്നത് കട്ട് പേസ്റ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ, ഡിലീറ്റ് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വരുന്നത്, സെലക്ട് ഓൾ കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. പിന്നെ ടൂൾസിലെ ഓഡിയോ വീഡിയോയുടെ അഡ്ജസ്റ്റ്മെന്റ് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വരുന്നത്. അതൊക്കെ നമുക്ക് സ്വയം ചെയ്ത് നോക്കാം. ഞാൻ അപ്പോൾ അതിന്റെ ബേസ് മാത്രം പ്ലേ, പുഷ്, ബട്ടൺ, സ്റ്റോപ്പ് കാര്യങ്ങൾ, ഫുൾ സ്ക്രീൻ, റൊട്ടേറ്റ്, റീസ്റ്റോർ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് അതിന്റെ ബേസ് മാത്രമേ ഇപ്പോൾ നമുക്ക് പറയാം. ഈ ടൂൾസുകൾ എങ്ങനെ ഉപയോഗിക്കാം, ഫിൽമർ എങ്ങനെ ഉപയോഗിക്കുക എന്നുള്ള ഒരു ബേസാണ് നിങ്ങൾക്ക് പറയുന്നുള്ളത്. ഇത് ഉപയോഗപ്രദമായിരിക്കും എന്ന് വിചാരിക്കുകയാണ്. മേ ബി എന്റെ വോയിസ് കുറച്ച് സ്പീഡ് കൂടുതലായിരിക്കാം, എന്നാലും നിങ്ങൾക്കത് ക്യാച്ച് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നത്, ഉപകാരപ്രദമായിരിക്കും എന്ന് വിചാരിക്കുകയാണ്. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് പേഴ്സണലായിട്ട് നമ്മൾ താഴെ ഒരു നമ്പർ കൊടുക്കുന്നുണ്ട്. ആ നമ്പറിൽ എന്ത് ചെയ്യാം, നിങ്ങൾ ജസ്റ്റ് ഒന്ന് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി, നമ്മൾ സപ്പോർട്ട് ചെയ്തു തരാം. ഓക്കെ, അത് നമ്മളൊരു ചാനൽ ഇത് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ആ ചാനലിൽ ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ കൊടുക്കാം. ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു. ഓക്കെ, നമ്മൾ ഇത്രയും ചെയ്ത വർക്കുകളൂടെ ചെയ്ത് നമുക്കിവിടെ കാര്യങ്ങളൊക്കെ കണ്ടു. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് നമുക്ക് എങ്ങനെ ഇനി ഔട്ട്പുട്ട് എടുക്കണം. നമ്മൾ കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തു, നമ്മൾ വർക്കുകളൊക്കെ ചെയ്തു. ഇനി നമുക്ക് ഇതിന്റെ ഔട്ട്പുട്ട് എടുക്കണം അല്ലെ. നമുക്ക് ഈ വീഡിയോസ് എന്ത് ചെയ്യണം, ഒരു ഔട്ട്പുട്ട് ആക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഷെയർ ചെയ്യുന്ന രൂപത്തിലേക്ക് മാറ്റണം. അത് നമുക്ക് ഒരു ഓപ്ഷൻ ഉണ്ട് മുകളിൽ, എക്സ്പോർട്ട് എന്ന ഓപ്ഷനിൽ പോയിട്ട് ക്രിയേറ്റ് വീഡിയോ എന്ന ഓപ്ഷനിലാണ് പോകേണ്ടത്. ക്രിയേറ്റ് വീഡിയോ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, വേറെ ഡിസ്പ്ലേയിലേക്കാണ് വരുന്നത് ക്രിയേറ്റ് വീഡിയോ. ഓക്കെ, ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം,
ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ എഡിറ്റ് ചെയ്ത ടെംപ്ലേറ്റ് ഓട്ടോമാറ്റിക് ടെംപ്ലേറ്റ് ക്രിയേറ്റ് ആവും. എഡിറ്റ് ചെയ്ത ആവശ്യം കൊടുത്തേ ഓട്ടോമാറ്റിക് നമ്മൾ ഏത് ടെംപ്ലേറ്റ് ആണ് വേണ്ടത് ടെംപ്ലേറ്റ് ജസ്റ്റ് ഇവിടെ ക്രിയേറ്റ് ആവും. യെസ്, നമുക്ക് ടെംപ്ലേറ്റ് നമുക്ക് ഇവിടെ നമുക്ക് എടുക്കാം. എവിടെ എത്തുമ്പോൾ നമുക്ക് ടെംപ്ലേറ്റ് കിട്ടേണ്ടുന്ന രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യും, ഇവിടെ തന്നെ ടെംപ്ലേറ്റ് എടുക്കാം. വെൽക്കം ടു സസു. ഞാൻ ഈ ഓപ്ഷൻ എടുത്തു. ഇനി ഇതായിരിക്കും എന്റെ ടെംപ്ലേറ്റ് വരാം. ഓക്കെ, ജസ്റ്റ് ചെയ്തോ സേവ് കൊടുത്തു. ഓക്കെ, ടെംപ്ലേറ്റ് ആയി എനിക്ക് ഈ ഒരു ഫയൽ ടെംപ്ലേറ്റ് ആയിട്ട് എനിക്ക് കിട്ടാം. എനിക്ക് ചേഞ്ച് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഇതിൽ ഡിഫോൾട്ട് ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ഇത് നമുക്ക് സേവ് ആക്കുന്ന അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്യേണ്ട അപ്ലോഡ് ചെയ്യേണ്ട ഫോൾഡർ കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെക്കാം. ഫയലിന്റെ പേര് മാറ്റി കൊടുക്കണം, ടൈറ്റിൽ പേര് മാറ്റി കൊടുക്കാം, അതുപോലെ ലൊക്കേഷൻ സെറ്റ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യാം, നമുക്ക് താഴെ പോയിട്ട് ഇവിടെ എക്സ്പോർട്ട് കൊടുക്കാം. ഓക്കെ, എക്സ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇതിപ്പോ പെയ്ഡ് വേർഷൻ അല്ല. പെയ്ഡ് വേർഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഡയറക്റ്റ് എക്സ്പോർട്ട് എന്ന ഓപ്ഷൻ കാണിക്കാം. ഓക്കെ, എക്സ്പോർട്ട് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ രണ്ട് ഓപ്ഷൻ പെയ്ഡ് അല്ലെങ്കിൽ ഇവിടെ ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. എക്സ്പോർട്ട് വിത്ത് വാട്ടർമാർക്ക് പർച്ചേസ് രണ്ട് ഓപ്ഷനാണ് കാണിക്കുക. ഞാൻ ഇവിടെ എടുത്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അടുത്ത സ്റ്റേജിലേക്ക് പോകും. എക്സ്പോർട്ട് ഈ ഒരു മെത്തേഡിലേക്കാണ് പോവാ. ഇപ്പൊ പർച്ചേസ് ചെയ്തിട്ടുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ക്രാക്ക് ചെയ്തിട്ടുള്ള എണ്ണം ഉപയോഗിക്കുന്ന ആളുകൾക്ക് എന്ത് ചെയ്യും, ഈ മെത്തേഡിലേക്കാണ് പോവാ. അപ്പൊ അവർക്ക് ഇവിടെ എന്തുണ്ടാവില്ല, ഇത് അപ്ലോഡിങ് കഴിഞ്ഞ് വീഡിയോ അപ്ലോഡ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാല് ഓക്കെ ഫിൽമോയുടെ വാട്ടർമാർക്ക് വരും. ആ വാട്ടർമാർക്ക് ഒഴിവാക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഈ വർഷം ക്രാക്ക് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, പുതിയതൊന്ന് പർച്ചേസ് ചെയ്യാം. ഓക്കെ, പുതിയ വർഷം പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്മൂത്ത് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇത് എഡിറ്റ് ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ സ്റ്റേജ് നമുക്ക് അതിന്റെ കൂടെ വാട്ടർമാർക്ക് കാണാവുന്നതാണ്. അപ്പൊ ഈ രൂപത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളൊരു ഡാറ്റ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. വർക്ക് ചെയ്ത വർക്കിനെ നമ്മൾ സേവ് ചെയ്തിട്ട് നമുക്ക് സോഷ്യൽ മീഡിയയിലേക്കോ അല്ലെങ്കിൽ മറ്റുള്ള രൂപത്തിലേക്ക് നമുക്ക് അപ്ലോഡ് ചെയ്യാനുള്ള മെത്തേഡ് കാണിക്കുന്നത്. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇനി നമുക്കിത് ലൊക്കേഷനിലേക്ക് പോയി ഇതിന്റെ ബേസിക് ലൊക്കേഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ റെൻഡർ ചെയ്ത ഫയലിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ കാണുമ്പോൾ ചെയ്ത വർക്ക് നമുക്ക് ഇവിടെ കാണിക്കും. ഓക്കെ, ഇതാണ് നമ്മൾ ചെയ്ത വർക്ക്. ഇതാണ് നമ്മൾ ചെയ്ത വർക്ക്. അപ്പൊ അതിന്റെ കൂടെ എന്തുണ്ട്, ഈ ഫിൽമോറയുടെ ഒരു വാട്ടർമാർക്ക് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, അത് നമുക്ക് ഒഴിവാക്കണമെങ്കിൽ നമുക്ക് ഒന്നൊക്കെ ഈ വേർഷൻ ക്രാക്ക് ചെയ്യാം. ഞാൻ ക്രാക്ക് ചെയ്തിട്ടില്ല. ഒന്നൊക്കെ ഈ വേർഷൻ ക്രാക്ക് ചെയ്യാം. അതുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഇത് പേയ്മെന്റ് പെയ്ഡ് ആയിട്ട് പർച്ചേസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഉപയോഗിക്കുക. ഓക്കെ, അങ്ങനെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് സ്മൂത്ത് ആയിട്ട് ഇത് എഡിറ്റ് ചെയ്യാൻ പറ്റും. ഞാനിപ്പോ നിങ്ങൾക്ക് ചെയ്തിട്ടുള്ളത് ഒരു ചെറിയൊരു വീഡിയോ മാത്രമാണ്. ഇത് അതിന്റെ ടൂൾസ് നിങ്ങൾക്ക് എങ്ങനെ ഉപയോഗിക്കുക എന്നുള്ള ചെറിയൊരു ഇൻഫർമേഷൻ മാത്രമാണ് തന്നിട്ടുള്ളത്. ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് സ്വയം ഉപയോഗിക്കുന്നതോട് കൂടി നിങ്ങൾക്ക് ഒരുപാട് ഐഡിയാസ് നിങ്ങൾക്ക് സ്വയം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കുറെ ടൂൾസ് നമുക്ക് മാറി മാറി ഉപയോഗിക്കുമ്പോൾ ഈ ടൂൾസുകൾ മാറി മാറി ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഒരുപാട് ഐഡിയാസ് നിങ്ങൾക്ക് സ്വയം കിട്ടും. ഓക്കെ, അതുപോലെ ഇത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ആളുകൾ ഉണ്ടാവും. അവർക്ക് പക്ഷെ എന്നെക്കാളും കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള പക്ഷേ കഴിവും കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ മേ ബി. ഓക്കെ, എന്തായാലും ഇത് ബിഗിനേഴ്സിനുമായിട്ട് ക്രിയേറ്റ് ആക്കിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പൊ എല്ലാവരും പ്രോത്സാഹിപ്പിക്കുക. ഓക്കെ, ഇനി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. കാരണം നമ്മൾ ഇതുപോലത്തെ ഒത്തിരി വീഡിയോസ്, ടെക്നിക്കൽ ആയിട്ടുള്ള ഒത്തിരി വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാം നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, താങ്ക് യു.